ജ്വല്ലറിയിലേക്ക് ഗോൾഡ് വിൽക്കാൻ വരുന്നവർക്ക് പല പല ഡൗട്ടുകളുണ്ട്. അതെന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഉരുക്കുന്നത്, ചൂടാക്കുന്നത്. അപ്പോൾ ചൂടാക്കി കഴിഞ്ഞിട്ട് അത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് അവർക്കൊന്ന് വിശദീകരിച്ച് കൊടുക്കാം? നമുക്ക് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് പഴയ ഗോൾഡ് വന്നതിന് ശേഷം നമ്മളത് ചൂടാക്കി അവരുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മളത് ചൂടാക്കി അതിൻ്റെ ആ പൊടിയെല്ലാം കളഞ്ഞിട്ടുള്ള വെയിറ്റ് നമ്മളിവിടെ എടുത്തിട്ട് അവർക്ക് എത്രയാണോ റേറ്റ് പറഞ്ഞേക്കുന്നത് ആ റേറ്റിനനുസരിച്ചുള്ള തുക നമ്മൾ അവർക്ക് കൊടുക്കും. അതിനുശേഷം നമ്മളിപ്പോൾ കുറച്ച് ഗോൾഡ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഉരുക്കണമെന്ന് കാണിക്കാനായിട്ട്. അപ്പം നമ്മളത് അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് വെക്കാം. നമുക്ക് ആ വെയിറ്റ് വെച്ചതിന് ശേഷം എങ്ങനെ അത് മെൽറ്റ് ചെയ്തെടുക്കണമെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ നോക്കിയാൽ 21,590 മില്ലിയാണ് നമുക്ക് ഇന്ന് ഗ്രാം വന്നേക്കുന്നത്. അത് നമുക്ക് ഉരുക്കിയതിന് ശേഷം അതിൻ്റെ രൂപങ്ങളും അതെങ്ങനെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് അതിന് മുന്നേ യൂസ് ചെയ്യാനാണെന്നുള്ളത് നമ്മളിപ്പോൾ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ എന്തുമാത്രം ലോസ് വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഉരുക്കി കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അതിൽ എന്തുമാത്രം ലോസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാണിക്കാം അല്ലേ. ഈ കാണുന്നതാണ് നമ്മുടെ മെൽറ്റിംഗ് മെഷീൻ. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഗോൾഡ് വയ്ക്കുന്നത്. അതായത് ഈ ചെറിയ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഗോൾഡ് ഇടുന്നത്. ഗോൾഡ് ഇട്ടതിന് ശേഷം ഇത് നമ്മൾ ഈ മെൽറ്റിംഗ് മെഷീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കത് ഓപ്പണായി. ഇനി അത് കൗണ്ട് ഡൗൺ കാണിച്ചുകൊണ്ടിരിക്കും. ചൂടായി കാണിച്ചതിന് ശേഷം അതിനകത്ത് നമുക്ക് എങ്ങനെയാണ് അഴുക്ക് വേർതിരിച്ചെടുക്കുന്നത് എല്ലാം നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1000 വോൾട്ടിലാണിത് ഉരുകി കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് 950 വന്നാലേ നമുക്കിത് കറക്റ്റ് അതിൻ്റെ ആ മെൽറ്റിംഗ് പൊസിഷനിലേക്ക് എത്തത്തുള്ളൂ. ഇപ്പം നമുക്ക് 950 ആവും. അപ്പം നമുക്കത് മെൽറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് പുറത്തെടുക്കാം. 950 ആകുമ്പോൾ തനിയെ ഓഫാവും. പോകുന്നു. 950 ആകുമ്പോഴത്തേന് തനിയെ ഓട്ടോമാറ്റിക്കലി ഓഫായി. ഇപ്പോൾ നമ്മുടെ ആ സിസ്റ്റം ഓഫായി. ഇനി നമുക്കത് ക്ലോസ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമുക്ക് മെൽറ്റിങ്ങിൻ്റെ പൊസിഷൻ ഇപ്പോൾ കാണിച്ചു തരാം. അവസാനമാണ് നമ്മളിടുന്നത്. അതായത് നമ്മുടെ ഗോൾഡ് അത് കറക്റ്റായിട്ട് മെൽറ്റ് ചെയ്ത് അതുപോലെ അഴുക്കൊക്കെ വേർതിരിച്ച് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നവസാരം അതിനകത്ത് ഇടുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ഉരുക്കിയ ഗോൾഡ് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളത് ചൂട് ആറാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഗോൾഡ് ആറാൻ വേണ്ടിയിട്ട് റെസ്റ്റിന് വെച്ചേക്കുവാണ്. ഇപ്പം നമുക്ക് ഗോൾഡ് മാത്രമായിട്ട് കാണാൻ പറ്റും. അതായത് നന്നായിട്ട് ആ ഒരു സൈഡിലേക്ക് നമ്മളിപ്പോൾ മെൽറ്റ് ചെയ്ത ഗോൾഡ് ഉരുകി ഒറ്റ പീസായിട്ട് വന്നേക്കുവാണ്. ഇനി നമുക്ക് ഗോൾഡ് എടുക്കാം. പുറത്തേക്ക് എടുത്തിട്ട് അതിന് ശേഷം അത് നമ്മൾ സൾഫ്യൂരിക് ആസിഡിൽ മുക്കിയാണ് അതിന് ഗോൾഡിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുന്നത്. ഇപ്പം നമ്മുടെ ഗോൾഡിൻ്റെ ആ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളൊരു ഓൾഡ് അതിൻ്റെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് മെൽറ്റ് ചെയ്യണതിന് മുന്നേ 21,680 ആയിരുന്നു. മെൽറ്റ് ചെയ്തതിന് ശേഷം 21,640 അതായത് 40 മില്ലിയാണ് നമുക്ക് ഇതിൽ ലോസ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ പഴയ സ്വർണം വാങ്ങിയിട്ട് പുതിയ സ്വർണം എടുക്കുമ്പോഴത്തേനും അതിന് റേറ്റിൽ വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എന്തുകൊണ്ട് പഴയ സ്വർണത്തിൻ്റെ വെയിറ്റിനനുസരിച്ച് പുതിയ സ്വർണം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്, അല്ലേ?
എല്ലാവർക്കും ഉണ്ട് ഡൗട്ട്. മനസ്സിലായിക്കൊണ്ടല്ലോ അതിൽ എത്രമാത്രം ലോസ് വരും. അപ്പം നമുക്ക് ചൂടാക്കുമ്പോൾ അതിൻ്റെ അഴുക്കുള്ള ലോസ്, അല്ലാതെ നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോഴുള്ള ലോസ്, അതെല്ലാം ലോസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗോൾഡിനെ വേർതിരിക്കും. അതിനകത്ത് എത്ര കോപ്പർ അങ്ങനെയുള്ള ഓരോ കണ്ടൻറ്റും അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഗോൾഡ് 999 ഗോൾഡ് മാത്രമായിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോപ്പറുമായിട്ട് രണ്ടും കൂടെ വേർതിരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ പുതിയ ഗോൾഡ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം ലോസ് വന്നതിന് ശേഷമാണ് നമുക്ക് ഒരു ഗോൾഡ് ഓർണമെൻറ്റ്സ് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ഗോൾഡ്, അതായത് പഴയ സ്വർണത്തിന് ഒരു കാരണവശാലും നമുക്ക് പുതിയ ആ ഒരു റേറ്റ് കിട്ടാത്തത്. അപ്പോൾ പഴയ റേറ്റും പുതിയ റേറ്റും പുതിയ ഗോൾഡും പഴയ ഗോൾഡും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.